ഇന്നത്തെ വായന, പ്രിയ പുസ്തകം. പ്രിയ കൂട്ടുകാരെ, വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന പുസ്തക പരിചയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഞാനിവിടെ ബഷീറിന്റെ ബാല്യകാലസഖിയാണ് വായിക്കുന്നത്. മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് ബാല്യകാലസഖി. അയൽക്കാരനായ മജീദിന്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാലസഖി. പണക്കാരന്റെ മകനാണ് മജീദ്. സുഹറ പാവപ്പെട്ട അടക്ക കച്ചവടക്കാരന്റെ മകളും. അവർ പഠിക്കുന്നതും കളിക്കുന്നതും എല്ലാം ഒന്നിച്ചാണ്. മജീദ് പഠിക്കാൻ മോശമാണ്, സുഹറ പഠിക്കാൻ മിടുക്കിയാണ്. മുതിർന്നു വരുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള ബന്ധം ഗാഢമായി തീർന്നു. ബാപ്പയുടെ മരണശേഷം സുഹറയ്ക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ബാപ്പ തല്ലിയത് കാരണം മജീദ് നാട് വിട്ടുപോയി. 7 കൊല്ലത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. സുഹറയെ കെട്ടിച്ചയച്ച അറബുകാരന്റെ 2ാം ഭാര്യയായിരുന്നു അവൾ. മജീദ് വന്നെന്നറിഞ്ഞ് അവൾ ഓടിയെത്തി. പീഡനം കാരണം അവൾക്ക് മടങ്ങിപ്പോവാൻ മനസ്സുണ്ടായിരുന്നില്ല. അവളെ സ്വീകരിക്കാൻ മജീദ് തയ്യാറായിരുന്നു. കുടുംബത്തെ പോറ്റാൻ അയാൾ വീണ്ടും നാട് വിട്ടു. കമ്പനിയുടെ ഏജന്റായി ജോലി കിട്ടി അദ്ദേഹത്തിന് കാൽ മുറിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന് ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലിയാണ് കിട്ടിയത്. ഈയിടക്കാണ് ദീനം വന്ന് സുഹറ മരിക്കുന്നത്. എങ്കിലും മജീദ് നിരാശനാകുന്നില്ല. മധുരിക്കുന്ന ഓർമ്മകളിലേക്ക് തിരിയുകയാണ് അവൻ്റെ മനസ്സ്. ബാല്യകാലസഖി നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത് ആയിഷ സാജിദ്, 4th സ്റ്റാൻഡേർഡ്. താങ്ക് യു.